ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി മുംബൈയിൽ കൂടിക്കാഴ്ച നടത്തും. സഹകരണ മേഖലയിലെ വിപുലീകരണ പദ്ധതികൾ അവലോകനം ചെയ്യുന്നതിനായി കേന്ദ്രമന്ത്രി അമിത് ഷായുടെ നേതൃത്വത്തിൽ ഇന്ന് ഗുജറാത്തിൽ സഹകരണ മന്ത്രിമാരുടെ ഉന്നതതല യോഗം ചേരും. 6ാമത് ഇന്ത്യ ഫ്രാൻസ് വാർഷിക പ്രതിരോധ ചർച്ച ഇന്ന് ബംഗളൂരുവിൽ. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ഫ്രഞ്ച് മന്ത്രി കാതറിൻ വൌട്ടനും അധ്യക്ഷത വഹിക്കും. CBSE 10-12 ക്ലാസുകളിലെ പരീക്ഷകൾക്ക് ഇന്ന് തുടക്കം. ഇന്ത്യയ്ക്കകത്തും പുറത്തുമായി 46 ലക്ഷം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതും. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി BNP ചെയർമാൻ താരിഖ് റഹ്മാൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ലോക്സഭാ സ്പീക്കർ ഓം ബിർള ചടങ്ങിൽ പങ്കെടുക്കും. 2020 ലോകകപ്പിൽ ഓസ്ട്രേലിയയ്ക്കെതിരായ തകർപ്പൻ വിജയത്തോടെ സൂപ്പർ 8ൽ സ്ഥാനമുറപ്പിച്ച് ശ്രീലങ്ക. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ആന്ധ്രാപ്രദേശിലെത്തും. വിശാഖപട്ടണത്ത് നടക്കുന്ന ഇന്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂ 2026ൽ രാഷ്ട്രപതി പങ്കെടുക്കും. ഇന്ന് വൈകുന്നേരം വിശാഖപട്ടണത്തെത്തുന്ന രാഷ്ട്രപതിയെ ഗവർണർ S. അബ്ദുൽ നസീറും മുഖ്യമന്ത്രി N. ചന്ദ്രബാബു നായിഡുവും ചേർന്ന് സ്വീകരിക്കും. ഇന്ത്യയുടെ സമുദ്രശേഷിയും സഹകരണവും ശക്തിയും പ്രദർശിപ്പിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മുംബൈയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. ഇരു നേതാക്കളും ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തത്തിലെ പുരോഗതി വിലയിരുത്തുകയും സുപ്രധാന പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുകയും ചെയ്യും. AI ഇംപാക്ട് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രിയുടെ ക്ഷണപ്രകാരമാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇന്ത്യയിലെത്തുന്നത്. വൈകുന്നേരം ഇരു നേതാക്കളും ഇന്ത്യ ഫ്രാൻസ് ഇന്നൊവേഷൻ വർഷം 2026 ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഇരു രാജ്യങ്ങളിൽ നിന്നുമുള്ള ബിസിനസ് പ്രമുഖർ, സ്റ്റാർട്ടപ്പുകൾ, ഗവേഷകർ എന്നിവരെ അഭിസംബോധന ചെയ്യും. ആഗോള നിർമ്മിത ബുദ്ധി രംഗത്ത് ഇന്ത്യയുടെ സ്ഥാനം ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നതാണ് ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ആരംഭിച്ച 5 ദിവസത്തെ ഉച്ചകോടിയുടെ ഭാഗമായ ഇന്ത്യ AI ഇംപാക്ട് എക്സ്പോ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ബ്രസീൽ പ്രസിഡന്റ് ലുല ഡ സിൽവ, സ്പെയിൻ പ്രസിഡന്റ് പെദ്രോ സാഞ്ചോസ് തുടങ്ങി 20ലേറെ ലോക നേതാക്കൾ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. മാനവ പുരോഗതിക്കായി നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്തുന്നതിൽ രാജ്യത്തിന്റെ പ്രതിജ്ഞാബദ്ധത ഉച്ചകോടിയിലൂടെ വ്യക്തമാകുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ നടക്കുന്ന ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഇന്ന് പ്രത്യേക സെഷൻ സംഘടിപ്പിക്കും. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ കാഴ്ചപ്പാടിനും വികസിത് ഭാരത് 2047 എന്ന ദേശീയ ലക്ഷ്യത്തിനും അനുസൃതമായാണ് സെഷൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും സഹമന്ത്രി ജയന്ത് ചൌധരിയും ചടങ്ങിൽ പങ്കെടുക്കും. അതേസമയം ഉച്ചകോടിയിലെ 2 സുപ്രധാന ദേശീയ പദ്ധതികൾ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നഡ്ഡ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയിലെ ആരോഗ്യമേഖലയിൽ നിർമ്മിത ബുദ്ധി സുരക്ഷിതമായും ധാർമ്മികമായും എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടും നടപ്പാക്കുന്നതിനുള്ള ദേശീയ മാർഗരേഖയായ സഹി, ആരോഗ്യമേഖലയിൽ സ്വകാര്യതയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ബോധ് എന്നിവയാണ് പദ്ധതികൾ. രാജ്യത്തെ അതിവേഗം വളരുന്ന ക്രിയേറ്റർ സമ്പദ് വ്യവസ്ഥയ്ക്ക് പിന്നിൽ ശക്തമായ ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങളും ഡിജിറ്റൽ വൈദഗ്ധ്യമുള്ള ജനതയുമാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. വിവിധ മേഖലകളിൽ നിർമ്മിത ബുദ്ധിയുടെ പരിവർത്തനാത്മക സ്വാധീനം ചൂണ്ടിക്കാട്ടിയ കേന്ദ്രമന്ത്രി പുതിയ സാങ്കേതിക വിദ്യകളെ ആത്മവിശ്വാസത്തോടെ സ്വീകരിക്കുന്ന രാജ്യമാണ് ഇന്ത്യയെന്നും പറഞ്ഞു. If the creators get a chance to deploy their skills, protect their copyrights, protect the fruits of their creative energy, then the growth between today and tomorrow will be very high. Then AI can be used as a tool. AI doesn't become a competitor to human creativity. And we believe that human creativity is the most important thing that we have in our entire civilization. So we must protect it. സഹകരണ മേഖലയിലെ പ്രധാന പരിഷ്കാരങ്ങളും വിപുലീകരണ പദ്ധതികളും അവലോകനം ചെയ്യുന്നതിനായി കേന്ദ്രമന്ത്രി അമിത് ഷായുടെ നേതൃത്വത്തിൽ ഇന്ന് സഹകരണ മന്ത്രിമാരുടെ ഉന്നതതല യോഗം ചേരും. പ്രധാനമന്ത്രിയുടെ സഹകാർ സേ സമൃദ്ധി എന്ന കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കുന്നതിനുള്ള പ്രധാന ചുവടുവയ്പ്പാണ് ഇത്. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കായി 2 ലക്ഷം പുതിയ വിവിധോദ്ദേശ കാർഷിക വായ്പാ സൊസൈറ്റികൾ, ക്ഷീര മത്സ്യ സഹകരണ സംഘങ്ങൾ എന്നിവ സ്ഥാപിക്കുന്നതിലെ പുരോഗതി യോഗം ചർച്ച ചെയ്യും.
ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി BNP ചെയർമാൻ താരിഖ് റഹ്മാൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ലോക്സഭാ സ്പീക്കർ ഓം ബിർള, വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി എന്നിവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. റഹ്മാന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിലേക്കുള്ള ബംഗ്ലാദേശിന്റെ ചുവടുമാറ്റത്തെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം സ്വാഗതം ചെയ്തു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ ഇന്ത്യയ്ക്ക് പുറമെ ചൈന, സൌദി അറേബ്യ, UAE, മലേഷ്യ, ശ്രീലങ്ക തുടങ്ങി 13 രാജ്യങ്ങളിലെ ഭരണത്തലവന്മാരെ ക്ഷണിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ത്യയുടെ മൊത്തത്തിലുള്ള കയറ്റുമതി, ചരക്കു വ്യാപാരം, സേവനങ്ങൾ എന്നിവയിൽ 13.17% വർധന. കഴിഞ്ഞ വർഷം ജനുവരിയിലെ $71.09 ബില്യൺ നിന്ന് $80.45 ബില്യൺ ഈ വർഷം വർധന. വാണിജ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഈ മാസത്തെ മൊത്തം ഇറക്കുമതി 18.76% വളർന്നു. ബംഗളൂരുവിൽ ഇന്ന് നടക്കുന്ന 6ാമത് ഇന്ത്യ ഫ്രാൻസ് വാർഷിക പ്രതിരോധ ചർച്ചയ്ക്ക് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ഫ്രഞ്ച് സായുധ സേനാകാര്യമന്ത്രി കാതറിൻ വൌട്രിനും അധ്യക്ഷത വഹിക്കും. പ്രതിരോധ സഹകരണ കരാർ 10 വർഷത്തേക്ക് കൂടി പുതുക്കുന്നതിനൊപ്പം ഹാമർ മിസൈലുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനുള്ള കരാറിലും ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. വിശദാംശങ്ങളിലേക്ക്. വ്യാവസായിക സഹകരണം വിപുലീകരിക്കുന്നതിനും ഉഭയകക്ഷി പ്രതിരോധ മേഖലയിലെ പുരോഗതി അവലോകനം ചെയ്യുന്നതിനും യോഗം മുൻഗണന നൽകും. ഇന്ത്യൻ സൈന്യത്തിന്റെയും ഫ്രഞ്ച് ലാൻഡ് ഫോഴ്സസിന്റെയും കേന്ദ്രങ്ങളിൽ ഉദ്യോഗസ്ഥരെ പരസ്പരം വിന്യസിക്കുന്നത് സംബന്ധിച്ച സുപ്രധാന പ്രഖ്യാപനവും ഇന്നുണ്ടായേക്കും. കർണാടകയിലെ വെമഗലിൽ ടാറ്റ എയർബസ് സംയുക്തമായി നിർമ്മിക്കുന്ന H-125 ലൈറ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്റർ അസംബ്ലി യൂണിറ്റ് ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയും നിർവഹിക്കും. ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും കാതറിൻ വൌട്രിനും പങ്കെടുക്കും. ഫ്രഞ്ച് പ്രതിരോധ മന്ത്രിയായി ചുമതലയേറ്റ ശേഷമുള്ള കാതറിൻ വൌട്രിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. 10-12 ക്ലാസുകളിലെ CBSE പരീക്ഷകൾ ഇന്ന് ആരംഭിക്കും. ഇന്ത്യയിൽ നിന്നും മറ്റ് 26 രാജ്യങ്ങളിൽ നിന്നുമുള്ള 46 ലക്ഷം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. 10ാം ക്ലാസ്സിൽ എല്ലാ വിദ്യാർത്ഥികളും പ്രാഥമിക പരീക്ഷ എഴുതുന്നത് നിർബന്ധമാണെന്നും ആദ്യ പരീക്ഷയിൽ 3 അതിലധികമോ വിഷയങ്ങൾ നഷ്ടമായാൽ 2ാം പരീക്ഷയ്ക്ക് അയോഗ്യരാക്കുമെന്നും CBSE ഔദ്യോഗിക വിശദീകരണക്കുറിപ്പിൽ വ്യക്തമാക്കി. എസൻഷ്യൽ റിപ്പീറ്റ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്ന ഇത്തരം വിദ്യാർത്ഥികൾക്ക് അടുത്ത വർഷത്തെ മെയിൻ പരീക്ഷാ സെഷനിൽ മാത്രമേ ഈ പേപ്പറുകൾ എഴുതാനാകൂ. 1ാം പരീക്ഷ വിജയിച്ചവർക്ക് മാർക്ക് മെച്ചപ്പെടുത്താൻ വീണ്ടും ഇംപ്രൂവ്മെന്റ് വിഭാഗത്തിൽ എഴുതാമെന്നും CBSE വിശദീകരിച്ചു. പുതുതായി ഉദ്ഘാടനം ചെയ്ത ഓഫീസ് സമുച്ചയമായ സേവാതീർത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സന്ദർശിച്ചു. വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള ശ്രീ കോവിന്ദിന്റെ ഉൾക്കാഴ്ച ചിന്തനീയമാണെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ അഭിപ്രായപ്പെട്ടു. സേവാതീർത്തയിൽ പ്രധാനമന്ത്രിയെ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് മുൻ രാഷ്ട്രപതി പറഞ്ഞു. ഓസ്ട്രേലിയയ്ക്കെതിരായ തകർപ്പൻ വിജയത്തോടെ ശ്രീലങ്ക T20 ലോകകപ്പിൽ സൂപ്പർ 8ലേക്ക് സ്ഥാനമുറപ്പിച്ചു. ഇന്നലെ രാത്രി കാൻഡിയിൽ നടന്ന മത്സരത്തിൽ മധ്യ ഓവറുകളിൽ അച്ചടക്കമുള്ള സ്പിൻ ബൌളിംഗിലൂടെ ശ്രീലങ്ക ഓസ്ട്രേലിയയെ 9 വിക്കറ്റിന് 181 റൺസിൽ പിടിച്ചുകെട്ടി. ഇന്നലെ കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ നടന്ന ഗ്രൂപ്പ് C മത്സരത്തിൽ ഇംഗ്ലണ്ട് ഇറ്റലിയെ 24 റൺസിന് പരാജയപ്പെടുത്തി. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടന്ന ഗ്രൂപ്പ് D മത്സരത്തിൽ UAEയെ 5 വിക്കറ്റിന് കീഴടക്കി അഫ്ഗാനിസ്ഥാൻ ടൂർണമെന്റിലെ ആദ്യ വിജയം നേടി. ഇന്ന് ന്യൂസിലാന്റ് കാനഡയെയും അയർലന്റ് സിംബാബ്വേയെയും സ്കോട്ട്ലന്റ് നേപ്പാളിനെയും നേരിടും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കണ്ണൂരിൽ സയൻസ് IT പാർക്കിന് തറക്കല്ലിടും. പെരളശ്ശേരിയിൽ AKG മ്യൂസിയം ഉദ്ഘാടനം ചെയ്യുന്ന മുഖ്യമന്ത്രി കീഴത്തൂർ പാലത്തിന്റെ ഉദ്ഘാടനവും നിർവഹിക്കും. കോട്ടയം, എറണാകുളം ജില്ലകളിലേക്കും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലേക്കും ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടന്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് newsonair.gov.in, prasarbharati.gov.in എന്നീ വെബ്സൈറ്റുകൾ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി മുംബൈയിൽ കൂടിക്കാഴ്ച നടത്തും. സഹകരണ മേഖലയിലെ വിപുലീകരണ പദ്ധതികൾ അവലോകനം ചെയ്യുന്നതിനായി കേന്ദ്രമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇന്ന് ഗുജറാത്തിൽ സഹകരണ മന്ത്രിമാരുടെ ഉന്നതതല യോഗം ചേരും. 6ാമത് ഇന്ത്യ ഫ്രാൻസ് വാർഷിക പ്രതിരോധ ചർച്ച ഇന്ന് ബംഗളൂരുവിൽ. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ഫ്രഞ്ച് മന്ത്രി കാതറിൻ വൌട്രിനും അധ്യക്ഷത വഹിക്കും. CBSE 10-12 ക്ലാസുകളിലെ പരീക്ഷകൾക്ക് ഇന്ന് തുടക്കം. ഇന്ത്യയ്ക്കകത്തും പുറത്തുമായി 46 ലക്ഷം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതും. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി BNP ചെയർമാൻ താരിഖ് റഹ്മാൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ലോക്സഭാ സ്പീക്കർ ഓം ബിർള ചടങ്ങിൽ പങ്കെടുക്കും. T20 ലോകകപ്പിൽ ഓസ്ട്രേലിയയ്ക്കെതിരായ തകർപ്പൻ വിജയത്തോടെ സൂപ്പർ 8ൽ സ്ഥാനമുറപ്പിച്ച് ശ്രീലങ്ക.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാവിലെ 11 മണിക്ക്.